നമസ്കാരം. പക്ഷം മറുപക്ഷം ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി മാർത്തോമാ ശ്ലീഹായുടെ നിണം വീണ ഭൂമിയിൽ സഭയെ വളർത്തുന്ന ഇടയൻ, ഹൊസൂർ രൂപതയുടെ ഇടയൻ മാർ സെബാസ്റ്റ്യൻ പുഴവലിപ്പറമ്പിൽ പിതാവാണ്. പിതാവെ ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. പിതാവെ, അങ്ങൊരു മിഷൻ രൂപതയുടെ ഇടയനാണ്. പ്രത്യേകിച്ച് ഹൊസൂർ രൂപത 2017 രൂപം കൊണ്ടു. ആ രൂപതയുടെ പ്രഥമ ഇടയനായി സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയൊരു ഭാഗ്യം പിതാവിന് ലഭിച്ചു. എന്തൊക്കെയായിരുന്നു പിതാവെ ആ ഒരു 5 വർഷം മുമ്പ് ആ രൂപതയുടെ ഇടയനായി അങ്ങ് സ്ഥാനമേൽക്കുമ്പോൾ പിതാവ് നേരിട്ട വെല്ലുവിളികൾ? ഒരു വലിയ രൂപതയാണ്. ഏകദേശം 700 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്നു. ബാംഗ്ലൂർ ബോർഡറിൽ നിന്ന് ആരംഭിച്ച് ചെന്നൈ വരെ 350 കിലോമീറ്റർ, അവിടുന്ന് കാരയ്ക്കൽ വരെ ഒരു 400 കിലോമീറ്റർ, അങ്ങനെ ഒരു 750 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്നൊരു രൂപത. 2,000-3,000 സീറോ മലബാർ കുടുംബങ്ങൾ പല ഭാഗങ്ങളായിട്ട് കിടക്കുന്നു. പിന്നെയും കുറേ സീറോ മലബാർ കുടുംബാംഗങ്ങൾ മറ്റു ലത്തീൻ ഇടവകകളിൽ അംഗങ്ങളായിട്ട് തുടരുന്നു. അങ്ങനെ ഒത്തിരി. എനിക്കാണെങ്കിൽ പ്രായം 60 ആയിരിക്കുന്നു. എങ്ങനെയാണ് എവിടേക്ക് ഓടിയെത്തുക? അച്ഛന്മാരാണെങ്കിൽ എനിക്ക് ആകെ എൻ്റെ കൂടെ ഒരു അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രൂപത തുടങ്ങിയപ്പോൾ. പിന്നീടാണ് അച്ഛന്മാർ ചേർന്ന് വന്ന് ഇപ്പോൾ ഒരു 10ഓളം അച്ഛന്മാർ രൂപതയ്ക്ക് വേണ്ടിയുണ്ട്. 10-40ഓളം അച്ഛന്മാർ രൂപതയ്ക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ മാർപ്പാപ്പ ഈ രൂപതയ്ക്ക് രൂപം കൊടുത്തപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരുന്നത് ഇവാഞ്ചലൈസേഷനാണ്. ഏകദേശം 14 ഡിസ്ട്രിക്റ്റുകളും ഒരു യൂണിയൻ ടെറിട്ടറിയും അതുപോലെ തന്നെ 3000-ഓളം വില്ലേജുകളുള്ള ഈ സ്ഥലത്ത് കർത്താവിൻ്റെ സുവിശേഷം എത്താത്തിടങ്ങളിലെല്ലാം സുവിശേഷം എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് ഈ രൂപതയുടെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യമാണ് അവിടെയുള്ള മൈഗ്രൻസിന്, കേരളത്തിൽ നിന്നുള്ള സീറോ മലബാർ മക്കൾക്ക് അജപാലന ശുശ്രൂഷ കൊടുക്കുക. ഞങ്ങൾ ഈ അജപാലന ശുശ്രൂഷ കൊടുക്കുന്ന രീതി ഇരിഞ്ഞാലക്കുട രൂപത 34 വർഷമായിട്ട് നല്ല രീതിയിൽ തുടർന്നിരുന്നു. ചെന്നൈ മിഷൻ എന്നുള്ള പേരിൽ. അവിടെ ഏകദേശം 10-29 ഇടവകളോളം സംവിധാനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛന്മാർ അതിന് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഞങ്ങളുടെ രൂപതയിൽ പ്രത്യേകത പറഞ്ഞാൽ അച്ഛന്മാരും സിസ്റ്റേഴ്സും സമർപ്പിതരും അൽമായരൊക്കെ ഒറ്റക്കെട്ടാണ് ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. അത് വലിയൊരു ആശ്വാസമാണ് എനിക്ക്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. മൈഗ്രൻസ് കെയറിന് വേണ്ടിയിട്ട് അത് നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ വില്ലേജ് ഇവാഞ്ചലൈസേഷൻ എങ്ങനെ തുടങ്ങും? അത് വലിയ പ്രതിസന്ധിയായിരുന്നു. ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോയിട്ടൊരു ചെറിയ സ്ഥലം വാങ്ങി അവിടെ ചെറിയൊരു വീടുണ്ടാക്കി അവിടെ താമസിച്ച് അവിടെ ആളുകളിലേക്ക് എത്തിച്ചേരുക, അതിനുള്ളൊരു ശ്രമം വളരെ ഒരു പ്രയാസപ്പെട്ടൊരു സാഹചര്യം. എത്രത്തോളം ഗ്രാമങ്ങളുണ്ട് പിതാവ്? 3000-ഓളം ഗ്രാമങ്ങളുണ്ട്. നമ്മൾ എത്തണം. അതിൽ എങ്ങനെ എത്തും? ചിലയിടത്തൊക്കെ ചെന്നപ്പോഴവിടെ ഇവിടെയൊക്കെ പണ്ട് പലരും വന്നിട്ടുണ്ട് ഇതുമാതിരി എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു ലക്ഷ്യം ഇതാണ്: ആതുര ശുശ്രൂഷയിലൂടെ ആളുകളിലേക്ക് പാലിയേറ്റീവ് കെയർ. അതിനിപ്പോൾ ഞങ്ങൾ സെൻറ്ററുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരു ജീപ്പ് ഒരു നേഴ്സിനെ വെച്ച് ഒരു അച്ഛന് ചാർജ് കൊടുത്ത് പോയി തുടങ്ങിങ്ങനെ ഒരു വീടുകളിലേക്ക് പോവുക. അത് ജാതി മതഭേദമന്യേ എല്ലാവരുടെയും വീടുകളിൽ പോയിട്ട് അത് നല്ലൊരു, കാരണം യേശുവും അതാണല്ലോ ചെയ്തത്. രോഗികളെ ശുശ്രൂഷിച്ചും ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചു. ആ ഒരു സ്റ്റൈലാണ് ഇപ്പോൾ ഏറ്റവും ഫീസിബിളായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. അതെങ്ങനെയാണ് പിതാവ്? അതായത് ഒരു വൈദികന് ഒരു ഗ്രാമത്തിൻ്റെ ഒരു ചുമതല കൊടുക്കുന്നു, വൈദികൻ തന്നെയായിരിക്കും അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരു വൈദികൻ ചെന്ന് താമസിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് വീടുകളിലൊക്കെ പോകുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അങ്ങനെ അവർ സംഘടിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ പോകുന്ന രീതി 2 ഗ്രാമങ്ങളിലാണ് കൃത്യമായിട്ട് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. 3000-ഓളം ഗ്രാമങ്ങളിൽ 2 ഗ്രാമങ്ങൾ അല്ലേ സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളതൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്ന അച്ഛന്മാരില്ല. എനിക്കും വളരെ പ്രയാസമുണ്ട്. നാട്ടിലൊക്കെ ഇത്രയേറെ അച്ഛന്മാർ അത് കൂട്ടം കൂടി നിൽക്കുന്നതൊക്കെ കാണുന്നു. ഞങ്ങൾക്ക് അവിടെ ഒരച്ഛനില്ലാത്തതുകൊണ്ട് ഒരിക്കലും ഒരു സെൻറ്റർ പൂട്ടിയിട്ട് ഈ 2 ഒരെണ്ണം ഞാൻ പൂട്ടിയിട്ടുണ്ട് വന്ന് കുറച്ച് നാൾ അച്ഛനില്ലാത്തതുകൊണ്ട്. ആകെ 40 അച്ഛന്മാരാണ് പ്രവർത്തിക്കുന്നത്. ഇടവകളിൽ പ്രവർത്തനങ്ങൾ നടക്കണമല്ലോ. അപ്പം എന്നാലും എനിക്ക് തോന്നി മിഷൻ സ്ഥലങ്ങളിലേക്ക് കുറേ അച്ഛന്മാർ വരണം. അച്ഛന്മാർ വന്നാൽ തന്നെ പോരാ, അവിടെ സംവിധാനങ്ങൾക്കുള്ള സാമ്പത്തിക സാഹചര്യം ഉണ്ടാകണം. നമ്മുടെ അവിടുത്തെ ആളുകളെ കൊണ്ട് മുഴുവൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ വന്നാൽ രോഗികളിലേക്ക് ഇറങ്ങാനും നല്ല കമ്മിറ്റ്മെൻറ്റും വേണം. എൻ്റെ വ്യക്തിപരമായ പോളിസി വീടുകളിൽ സന്ദർശിക്കുക എന്നുള്ള ആശയക്കാരനാണ്. ഞാൻ രൂപത തുടങ്ങി ഒരു 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ എൻ്റെ രൂപതയിലെ എല്ലാ വീടുകളിലും ഞാൻ പോയി കഴിഞ്ഞു. ഒരു 3000-ഓളം വീടുകൾ. അത് നിങ്ങൾക്ക് ഇവിടുത്തെ രീതിയിലല്ല. ഒരു വീട്ടിലേക്ക് ചിലപ്പോൾ 23 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്തിട്ടാണ് എത്തുന്നത്. അങ്ങനെ സഞ്ചരിച്ച്
എല്ലാ വീടുകളിലും എത്തി. അതിന് പലപ്പോഴും കേട്ടിട്ടുണ്ട് പിതാവ് സൈക്കിളിനൊക്കെ പോയി അല്ലേ? ഞാൻ സൈക്കിളിനും പോവും, സ്കൂട്ടറിനും പോവും, കാറിനും പോവും, വാഹനങ്ങളൊക്കെ നടന്നും പോവും. വീടുകളിലേക്ക് ഇൻഫോർമലായിട്ടും ചെന്ന് കയറുന്നു. ഞാൻ പണ്ട് ഇവിടെ ബിഷപ്സ് പോകുന്ന സാധാരണ ഒരു ഒഫീഷ്യൽ വിസിറ്റ് പോലെയല്ല സാധാരണ അവിടെ ചെയ്യുന്നത്. ഞാൻ പറയാറുണ്ട് അച്ഛന്മാരോട്, നമ്മൾ സമർപ്പിതർ ഒരു ദിവസം 5 കുടുംബങ്ങളെങ്കിലും സന്ദർശിച്ചില്ലെങ്കിൽ ചാവുദോഷമാണ്, 10 കുടുംബങ്ങൾ സന്ദർശിച്ചില്ലെങ്കിൽ പാപദോഷമാണെന്ന് പറയാറുണ്ട്. കാരണം വീടുകളിൽ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഈ സമർപ്പിത ജീവിതം നയിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ ഓരോ വീടുകളിലും 100 പ്രശ്നങ്ങളാണ്. ഞാനൊരിക്കൽ വെറും ചുറ്റി നടക്കാറുണ്ട് പകലൊക്കെ. ഒരിക്കലും അസുഖം വന്നാൽ അകത്തിരിക്കാവൂ എന്നുള്ള ചിന്തയാണ് എൻ്റെ. അല്ലാതെ ഒരിക്കലും അകത്തിരിക്കാൻ പാടില്ല. അച്ഛന്മാർ ഗ്രാമങ്ങൾ ചുറ്റി സഞ്ചരിക്കണം. ഏത് വീട്ടിൽ കയറി ചെന്നാലും പ്രശ്നമാണ്. അത് ക്രൈസ്തവരുടെ മാത്രമല്ല, അക്രൈസ്തവരുടെയും പ്രശ്നങ്ങൾ തീർക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ, രോഗങ്ങൾ, എല്ലാത്തിനും നമ്മൾ ഇടപെടണം. ഈ അക്രൈസ്തവരുടെയൊക്കെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവരുടെ ഒരു സ്വീകരണം, അവരുടെ ഒരു മനോഭാവം എങ്ങനെയാണ് പിതാവേ? തീർച്ചയായിട്ടും അവർ നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. പിന്നെ നമ്മുടെ സമീപനം പോലെ ഇരിക്കും. ചിലർക്ക് പറ്റത്തില്ല, ചെന്നിട്ട് എന്താ ചെയ്യുക, എന്താ പറയാന്ന് പറ്റത്തില്ല. നമ്മൾ ഫ്രീ ആയിട്ട് എന്താ വിശേഷം ചോദിക്കുന്നു, ആ സ്വീകരണ മനോഭാവം അനുസരിച്ച് കയറാവൂ. പുറത്തേക്ക് ഒന്ന് വർത്താനം പറയാമല്ലോ. അപ്പോൾ തന്നെ പിതാവ്, ഇപ്പം ഈ നവംബറിൽ 5 വർഷമാവും ഹുസൂർ രൂപത രൂപം കൊണ്ടിട്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 5 വർഷത്തെ രൂപതയുടെ വളർച്ചയെ പിതാവ് എങ്ങനെ വിലയിരുത്തുന്നു? രൂപതയുടെ വളർച്ച എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നതോ അതൊന്നുമല്ല എൻ്റെ മാനദണ്ഡം. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ആളാണ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ അച്ഛന്മാർക്കാണ് ആവുന്നത്രയും വിട്ടുകൊടുക്കുക. ഞാൻ ഒഴിഞ്ഞു മാറുന്ന രീതിയെന്ന് ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കുറച്ചും കൂടി ആധ്യാത്മികമായിട്ടും അജപാലപരമായിട്ടും വീടുകൾ സന്ദർശിക്കുക, ആളുകളെ സന്ദർശിക്കുക, അച്ഛന്മാരെ സന്ദർശിക്കുക, മഠങ്ങൾ സന്ദർശിക്കുക, വീടുകൾ സന്ദർശിക്കുക, അവരുടെ കാര്യങ്ങൾ ഇടപെടുക, അങ്ങനെ പ്രോത്സാഹനം കൊടുക്കുക, പ്രാർത്ഥിക്കുക. ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്നാൽ പ്രശ്നങ്ങളും എല്ലാം തമ്പുരാൻ കൈകാര്യം ചെയ്യുന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. അത് എൻ്റെ ഒരു മുൻകാല അനുഭവം അത് തന്നെയാണ്. ഒരു മണിക്കൂറെങ്കിലും അതിനോടുകൂടി ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് ഈശോ ചോദിച്ചല്ലോ. ആ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ഞാനതിന് പരിശ്രമിക്കാറുണ്ട്. ഞാൻ ഇവിടെ ആയിരുന്നപ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തു. കത്തീഡ്രൽ പള്ളിയിലായിരിക്കുമ്പോഴാണെങ്കിലും ഇരിഞ്ഞാലക്കുട, അവിടെ ഒത്തിരി വലിയ ഇടവകയാണ്. ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാമല്ലോ. വലിയ ഇടവകയും അതിൻ്റെ സംവിധാനങ്ങൾ. പക്ഷെ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ വീടുകളൊക്കെ ആയിരുന്നു ഈ കാപ്പ് പിടിച്ച് നടക്കായിരുന്നു. ഒരു മണിക്കൂറെങ്കിലും പള്ളിയിൽ ശാന്തമായിട്ട് ഇരിക്കാൻ ശ്രമിച്ചിരുന്നു. തീർത്തും ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. അത് ഞാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാം തമ്പുരാനാണ്. എനിക്ക് വേറെ പ്രത്യേക പ്ലാനും പദ്ധതിയൊന്നും ഇല്ല. ഒപ്പം തന്നെ പിതാവേ, ഈ വിശ്വാസ പരിശീലന മേഖല, പ്രത്യേകിച്ച് ഒരു മിഷൻ രൂപതയാണ്, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, വലിയൊരു വിസ്തീർണമുള്ളൊരു രൂപത. നമ്മുടെ കുട്ടികളാണ് സഭയുടെ ഒരു ഭാവി. ഈ വിശ്വാസ പരിശീലന മേഖലയിൽ രൂപത നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ അത് നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും? ഈ കാറ്റഗീസൊക്കെ ശരിക്കും അവിടെ നടക്കുന്നുണ്ട്, നാട്ടിലെ പോലെയൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ. പിന്നെ കിട്ടാത്ത ആൾക്കാരും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒത്തിരി നിരീശ്വരവാദ ചിന്തകൾ കുത്തിവെക്കുന്ന രീതി മീഡിയയിലൂടെ ശക്തമായിട്ട് വരുന്നുണ്ട്. ഞാൻ ബീയിങ് എ കാത്തലിക് ബിഷപ്പ്, ഞാനത് പറയാൻ നിവൃത്തിയില്ല. നിരീശ്വരവാദ ഞാനൊരു വീട്ടിൽ വീണ്ടും ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇങ്ങനെ ഒരു വീട്ടിൽ കയറി ചെന്നു. അപ്പോൾ ഒരു വീട്ടിൽ നല്ലൊരു ട്രഡീഷണൽ ഫാമിലിയാണ്. ആ ഫാമിലിയിൽ 2 യൂത്ത് ഉണ്ട്. കോവിഡിന് മുമ്പ് ആ വീട്ടിലെല്ലാവരും ഡെയിലി കുർബാനയ്ക്ക് പോകുന്ന ആളുകളാണ്. പക്ഷേ ഈ കോവിഡ് കഴിഞ്ഞ് ഈ സീസൺ ഞാൻ ഒരു വീട്ടിൽ കയറി ചെന്നപ്പോഴുണ്ടായിരിക്കും അനുഭവം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്നുണ്ട്. ആ വീട്ടിൽ ഞാൻ ചെന്നിരുന്ന് ഏകദേശം 1 മണിക്കൂറോളം ഇരുന്നു. ആ അപ്പനമ്മ വന്ന് അവർ ഒരു മുറിയുടെ വാതിൽക്ക് പോയി ഇടിക്കുന്നുണ്ട്. അവർ 2 യൂത്ത് ഉണ്ട്. 2 പേര് ഇറങ്ങി വരുന്നില്ല. ബിഷപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്, ഇറങ്ങി വരുന്നില്ല. ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞപ്പോഴാണ് അതിലൊരു യൂത്ത് ഇറങ്ങി വന്ന് പറഞ്ഞു, ബിഷപ്പ് സോറി, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്. രണ്ടാമത്തെ പയ്യനും വന്ന് പറഞ്ഞു, സോറി ബിഷപ്പ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ് ആൻഡ് മേരി. ഇതിന് കാരണം ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ മീഡിയയിലൂടെ നിരീശ്വരവാദ ചിന്തകൾ ഈ പിള്ളേരിലേക്ക് കുത്തിവെച്ചെന്നുള്ളതാണ്. അതിലവർ വീണുപോയി. പിള്ളേർക്ക് പ്രായത്തിൻ്റെ പക്വത കുറവുകൊണ്ട് അത് അന്ധമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ നിരീശ്വരവാദ ചിന്തയിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ശരിയായിട്ട് ഈശ്വര ചിന്തയിൽ നമ്മുടെ ആളുകൾ വളർത്താനായിട്ട് നമ്മുടെ മീഡിയ തന്നെ, ഞാൻ ഷെക്കീന TV പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ നീഡാണിത്.
വളരെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇനിയും കാര്യമായിട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ പിതാവ് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പിതാവ് പറഞ്ഞു. അതിനെതിരെ പിതാവ് ചെയ്ത ഒരു വീഡിയോ പ്രത്യേകിച്ച് ആ കോവിഡ് കാലത്ത് ഒത്തിരിയേറെ വൈറലായി മാറിയിരുന്നു. ആ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാം. ഞാൻ ഒരു ഇങ്ങനെ നിരീശ്വരവാദ പള്ളിയൊക്കെ പൂട്ടി അച്ഛന്മാരൊക്കെ സ്ഥലം വിട്ടു എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് ടി വിയിൽ ചാനലിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വെറുതെ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ അച്ഛന്മാരാരും പള്ളി പൂട്ടി പോയിട്ടില്ല, ഞങ്ങൾ പള്ളിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക തന്നെയാണ്, അതിന് പരിഹാരം ഉണ്ടാക്കുക തന്നെ ചെയ്യും പ്രാർത്ഥനയിലൂടെ. പക്ഷേ ഈ സമയത്ത് ജനങ്ങളൊക്കെ ഇങ്ങനെ പ്രതിസന്ധിയിലിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ നിരീശ്വര ചിന്ത കൊണ്ടുവന്ന് അവരെ വീണ്ടും അസ്വസ്ഥരാക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത മീഡിയയുടെ രീതി ശരിയല്ല എന്ന് എൻ്റെ ചിന്ത എന്ന് പറഞ്ഞു. ഇതിനെ ചിലർക്ക് ഭയങ്കരമായിട്ട് മുറിവേറ്റു. ഈ ഒരു ഒറ്റ വാചകം തന്നെ അവർക്ക് മുറിവേറ്റു എന്നുള്ളതാണ്. അവരെനിക്കെതിരെ ഒത്തിരി വ്യക്തിപരമായിട്ട് പേഴ്സണൽ അറ്റാക്കൊക്കെ ചെയ്തു. മീഡിയയിലൂടെ ഒത്തിരി ആളുകൾ എന്താ പറയുക അനാവശ്യങ്ങൾ പറഞ്ഞു. ചെകുത്താൻ എന്നൊക്കെ പേരുള്ള ഒരു ഫേസ്ബുക്ക് ഒരു ചെകുത്താൻ എന്ന് പേരുള്ള ഒരു ഫേസ്ബുക്ക് കാരനാണ്. അപ്പം ഞാനാണ് ഇഡിയറ്റ് ഓഫ് 21st സെഞ്ച്വറി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നെ വിശേഷിപ്പിച്ച്. പിന്നെ എന്നെ അരയിലേക്ക് ഇത് കെട്ടിയിരിക്കുന്നത് തണ്ടൽ വേദന കാരണമാണെന്നും അങ്ങനെയൊക്കെ ഒത്തിരി പേഴ്സണൽ അറ്റാക്കാണ്, അല്ലാതെ ആശയപരമായിട്ടുള്ള സംവാദം അന്ന്. പക്ഷെ അന്ന് മുതൽ ഞാനൊരു കാര്യം, ഞാൻ വാട്സപ്പും ഇതൊന്നും ഉപയോഗിക്കാത്ത ആളാണ്, എനിക്ക് അറിയത്തുമില്ല. 10-65 വയസ്സായ ആൾ യോഗത്തിൽ പോകത്തില്ലല്ലോ. അന്ന് മുതൽ ഞാൻ ഒറ്റ ദിവസം പോലും വിടാതെ 4 മണിക്ക് എഴുന്നേറ്റാൽ ഒരു ദൈവിക സന്ദേശം അത് ഞാൻ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് അയച്ചു കൊടുക്കും. ആര് കേട്ടാലും ഇനി കുഴപ്പമില്ല, ഞാനിത് ചെയ്തുകൊണ്ടിരിക്കും. അത് ബൈബിൾ സന്ദേശമായിട്ടാണെങ്കിലോ, ഇപ്പം ഞാൻ കാറ്റഗിസ്റ്റിൻ്റെ നമ്മുടെ 12 വർഷത്തെ കാറ്റഗിസ്റ്റിൻ്റെ ഓരോ ക്ലാസ്സുകളുടെയും സമ്മറി ഒരു മിനിറ്റിൽ അധികം വെച്ചാൽ ആൾക്കാർ കാണത്തില്ല. 1 മിനിറ്റ് വെച്ചാൽ തന്നെ കാണാൻ സമയമില്ല. അപ്പോൾ പിന്നെ 1 മിനിറ്റിൽ 1-1.5 മിനിറ്റ് അത് വിട്ട് ഒരിക്കലും ഒരു വീഡിയോ നീണ്ടു പോകാറില്ല. സാധാരണ എഡിറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് ഞാൻ തന്നെ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഈ ഒരു മൊബൈലും പിന്നെ ഒരു ടോർച്ചും ഉണ്ട് എൻ്റെ കയ്യിൽ. വേറൊരു മീഡിയ സംവിധാനം ഞാൻ ഉപയോഗിക്കാറില്ല. ഈ മൊബൈൽ വെച്ചിട്ട് ഒരു ടോർച്ച് മുഖത്തേക്ക് അടിച്ചിട്ടാണ് എന്തിനു പറയുന്നതന്നെ പറയുക. അതല്ലെങ്കിൽ പിന്നെ ഇൻഷോട്ടിൽ പോയിട്ട് ഞാൻ അതിൽ ഓരോ വീഡിയോ പടങ്ങളൊക്കെ എടുത്ത് അതൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് ഒരു 1.5 മിനിറ്റിൻ്റെ വീഡിയോ സെറ്റ് ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ 1.5-2 മണിക്കൂർ സമയം ഞാൻ ചിലവഴിക്കുന്നുണ്ട് ഒരു ദിവസം. പക്ഷേ എങ്കിൽ എനിക്കൊരു സംതൃപ്തിയുണ്ട്. ആര് കണ്ടാലും കേട്ടാലും എനിക്ക് വിരോധമില്ല. ഞാൻ ദൈവികമായൊരു ചിന്ത കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കാരണം കർത്താവ് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് എന്നോടും നിങ്ങളോടും എല്ലാ വ്യക്തികളോടുള്ള കമാൻഡാണ്. അതിൽ എന്നെ കൊണ്ട് പാടുന്ന രീതിയിൽ ഈ വയസ്സാം കാലത്ത് എന്നെ കൊണ്ട് പാടൽ ഞാൻ ചെയ്യുന്നു. അത് വലിയൊരു ഇൻസ്പിറേഷനാണ് പിതാവ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പരിമിതമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ പിതാവ് തന്നെ എഡിറ്റ് ചെയ്യുന്നു, പിതാവ് തന്നെ വോയിസ് കൊടുക്കുന്നു, അത് ഒത്തിരി പേരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ഒത്തിരി പേർക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു അനുഭവമാണ് പിതാവ് പങ്കുവച്ചത്. ഈ ചെകുത്താൻ എന്ന് പറയുന്ന ആ പേരിൽ ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആശയമാണ് അദ്ദേഹം പറയുന്നത്. ഐ റെസ്പെക്റ്റ് ചെയ്യും ഈസ് ഐഡിയോളജീസ്. അതേസമയത്ത് ഞാൻ എൻ്റെ കൃത്യമായിട്ടുള്ള പഠനം കൊടുക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഇന്നലെ ചെകുത്താൻ എന്ന് പേരുള്ള ആൾ തന്നെയാണ് എന്നെ വചനത്തിലേക്ക് കൊണ്ടുവന്നതെന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. ഞാൻ അത്ര ദിവസം ഇതിനോട് ഉപയോഗിക്കുന്ന ആളല്ല. അപ്പോൾ തന്നെ പിതാവ് പറഞ്ഞ പോലെ മീഡിയയ്ക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വലിയൊരു റോളില്ലേ. പ്രത്യേകിച്ച് നമുക്ക് ട്രഡീഷണലായിട്ട് നമ്മളെ പള്ളി പ്രസംഗങ്ങൾ അതൊക്കെയുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഒത്തിരി യൂത്തുകളൊക്കെ സഭയിൽ നിന്ന് അകന്നിട്ടുണ്ട്, വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നിട്ടുണ്ട്. അവരെയൊക്കെ തിരിച്ചു പിടിക്കാൻ നമ്മുടെ മീഡിയയ്ക്ക് വലിയൊരു റോളില്ലേ ശരിക്കും? തീർച്ചയായിട്ടും മീഡിയയ്ക്ക് വലിയ റോളുണ്ട്. ഇന്നിപ്പോൾ ഒരാളോട് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ നീ ഒന്ന് അങ്ങോട്ട് പോയി വാടാന്ന് പറഞ്ഞെങ്കിൽ നീ ഒന്ന് അങ്ങോട്ട് പോയി വാടാന്നതിൽ പറഞ്ഞിട്ട് ഇത് കാണിച്ചാലാണോ പോവുള്ളൂ, അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞാൽ പോകത്തില്ല. കാരണം അത്രയും ഇതിന് സ്വാധീനം വന്നു കഴിഞ്ഞു കൊച്ചു കുട്ടികൾക്ക് വരെ. അപ്പം അതുകൊണ്ട് മീഡിയയിലൂടെ എനിക്ക് തോന്നുന്നു അജ്ഞതയാണ് എല്ലാ അസ്വസ്ഥതയുടെയും അടിസ്ഥാനം. നമ്മുടെ സഭയിലാണെങ്കിലും അറിവില്ലായ്മയാണ് ശരിക്കും അസ്വസ്ഥതകളുടെ അടിസ്ഥാനം. അറിവില്ലായ്മയാണ്. അറിവ് പകർന്നു കൊടുക്കലാണ് പ്രശ്നപരിഹാരം. അത് ചിലപ്പോൾ ഇന്ന് ഞാൻ പകർന്നു കൊടുത്താൽ നാളെ ആയിരിക്കും അതിന് പരിഹാരം ഉണ്ടാകുക. പണ്ട് കൊടുക്കാത്തതിൻ്റെ പരിണിത ഫലമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഏതാണെന്ന് കൃത്യമായിട്ട് ആൾക്കാർക്ക് അറിയത്തില്ല. പിതാവ് പറഞ്ഞതുപോലെ ഇപ്പം സഭയുടെ അസ്വസ്ഥതകളുടെ ഒരു കാര്യം പിതാവ് പറഞ്ഞു. പ്രത്യേകിച്ച് ലിറ്റർജിയായിട്ട് ബന്ധപ്പെട്ട് പിതാവ് വളരെ ആധികാരികമായിട്ടുള്ള ഒത്തിരി പ്രസംഗങ്ങളും ടോക്സും ക്ലാസ്സുകളും ഒക്കെ നയിക്കാറുണ്ട്. പ്രത്യേകിച്ച് സഭയുടെ ഒരു സീറോ മലബാർ സഭയെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയൊരു വിഷയം തന്നെയാണ് ലിറ്റർജിയായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഈ ലിറ്റർജി കാര്യങ്ങൾ ശരിക്കും ഒരു ഭൂരിപക്ഷ തീരുമാനമാണോ ലിറ്റർജി സംബന്ധമായ കാര്യങ്ങളിൽ എടുക്കേണ്ടത്? എനിക്ക് തോന്നുന്നു നമ്മുടെ ആളുകൾ അറിയാത്ത വലിയൊരു കാര്യം ഇതാണ്. നമുക്ക് കർത്താവിൻ്റെ പഠനങ്ങൾ കൈമാറി വരുന്ന 2 സ്രോതസ്സാണുള്ളത്. ഒന്ന് ബൈബിള്, 2 സഭയുടെ ദൈവിക പാരമ്പര്യം, ഡിവൈൻ ട്രഡീഷൻ.
സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ദൈ വെർബ് നമ്പർ 9 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബൈബിളും ഡിവൈൻ ട്രഡീഷനും ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ തുല്യ പ്രാധാന്യം അറിയിക്കുന്നു എന്ന്. ഈ ഡിവൈൻ ട്രഡീഷൻ്റെ 3 കാര്യങ്ങളാണ്. ഒന്ന് ഫെയ്ത്ത്, ലിറ്റർജി, ലൈഫ് സ്റ്റൈൽ. ഇത് ദൈവിക പാരമ്പര്യത്തിലൂടെ കൈമാറി വരുന്ന യേശുവിൻ്റെ പഠനങ്ങൾ നമ്മിലേക്ക് എത്തിക്കുന്ന ചാലാണത്. അതുമാതിരി ബൈബിള്. ഇപ്പോൾ ബൈബിളിൽ ഏതെങ്കിലും ഒരു ഭാഗം നമ്മളാരെങ്കിലും മാറ്റി പറയുമോ? പറയത്തില്ല, പറയാൻ പാടുമില്ല. ഇപ്പോൾ എന്നോട് ഒരു തമാശയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ ക്രിസ്ത്യൻ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒരു ചെകിടത്തടിച്ചവൻ്റെ മറുചെകിട് കാണിച്ചു കൊടുക്കാമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. പിതാവ്, ഞങ്ങളുടെയൊക്കെ യൂത്തിൻ്റെ അഭിപ്രായം ഒരു ചെകിടത്തടിച്ചവൻ്റെ കർണംകുറ്റി അടിച്ച് പൊട്ടിക്കണം എന്നുള്ളതാണെന്ന് അവന് പറഞ്ഞു. ഒരഭിപ്രായം പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ പറയാണ്, നമുക്ക് വോട്ടിട്ട് തീരുമാനിക്കാം കത്തോലിക്കരുടെ ഇടയിൽ ആരൊക്കെ അനുകൂലിക്കുന്നത്. അങ്ങനെ ഇല്ല. ഈശോ പറഞ്ഞ പഠനത്തിൽ മാറ്റമില്ല. നിങ്ങളെല്ലാവരും എതിരായിട്ട് ഒപ്പീനിയൻ പറഞ്ഞാലും ഈശോ പറഞ്ഞ പഠനം തന്നെയാണ് പഠനം. ബൈബിളിൽ മാറ്റമില്ല. അതുപോലെ തന്നെയാണ് സഭയുടെ ദൈവിക പാരമ്പര്യവും. അതിലൂടെ കൈമാറി വരുന്ന ലിറ്റർജി എന്നൊക്കെ പറഞ്ഞാൽ ഈശോയുടെ പഠനങ്ങൾ കൈമാറി വരുന്ന സ്രോതസ്സാണ്. അതുകൊണ്ടാണ് ഈ മാർപ്പാപ്പ ഒരച്ഛനോ മെത്രാനോ ഒരു വാക്ക് പോലും മാറ്റി ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നത്. എനിക്കൊക്കെ നന്നായിട്ട് കുർബാന സ്വയം പ്രേരിതമായി ചെല്ലാനും ഇഷ്ടമാണ്, ഈ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ. ഞാൻ ചെയ്യാൻ പാടില്ല. കാരണം യേശുവിൻ്റെ പഠനങ്ങൾ കൈമാറി 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 വന്ന് വരും തലമുറയ്ക്ക് കൈമാറി കൊടുക്കണം. അതിൽ ഞാൻ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് മറ്റേത് പോയില്ലേ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് വോട്ടിട്ട് തീരുമാനിക്കുന്നതല്ല. ആരുടെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. അതെന്താണോ ആരെങ്കിലും ആ പഴയ പാരമ്പര്യത്തിന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തിരിച്ചു വരണമെന്നാണ് വത്തിക്കാൻ കൗൺസിലൊക്കെ പറയുന്നത്. അവിടെ നമ്മുടെ ആൾക്കാർ ഈ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ സംബന്ധിച്ച് എല്ലാം വോട്ടിട്ട് തീരുമാനിക്കുക. മജോറിറ്റി പറയുന്നത് എന്താണോ അതാണ് ശരി. അങ്ങനെയില്ല. നമ്മുടെ യേശുവിൻ്റെ പഠനങ്ങൾക്ക് അങ്ങനെയില്ല, മജോറിറ്റി ഇല്ല. യേശു പറഞ്ഞ പഠനങ്ങൾ അത് തന്നെയാണ് പഠനം, വേറെ പഠനമില്ല. അതിൽ മാറ്റി എനിക്ക് ചിന്തയ്ക്കുണ്ട്. ഒരടി തിരിച്ചടിച്ചാൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ ഞാൻ ചെയ്യാൻ പാടില്ല. കാരണം ഈശോ പറഞ്ഞിരിക്കുന്നത് അതല്ല. അപ്പോൾ സഭയുടെ ദൈവിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ലിറ്റർജി. അത് ആധികാരികമായിട്ട് എന്താണ് യേശുവിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പഠിക്കാൻ അത് ലിറ്റർജിസ്റ്റ്, ഞാൻ അത്ര വലിയ പണ്ഡിതനൊന്നുമല്ല, നമ്മളൊരു സാധാരണക്കാരനാണ്. അത് പഠിച്ച് അത് കൃത്യമായിട്ട് അറിഞ്ഞ് അത് എക്സിക്യൂട്ട് ചെയ്യലാണ് വേണ്ടത്. അല്ലാതെ അത് ഏതാ നിങ്ങൾക്ക് ഇഷ്ടം നോക്കി ചെയ്യലല്ല. എനിക്ക് തോന്നുന്നു, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. അറിവില്ലായ്മയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അസ്വസ്ഥതകളെയും അടിസ്ഥാനം. പിന്നെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ബോധ്യം, നമ്മളിപ്പോൾ അധികാരികളെ മണിയടിച്ചിട്ട് അല്ലെങ്കിൽ സൂപ്പിട്ട് സാധനം പിടിക്കുക ഒന്നല്ല. എൻ്റെ അടിയുറച്ച ബോധ്യമാണ്, തെറ്റല്ലാത്ത കാര്യങ്ങളിൽ അധികാരികളെ അനുസരിക്കണം. ഞാൻ 2 തലങ്ങൾ പറയും. ഒന്ന് ഏദൻ തോട്ടം, മറ്റൊന്ന് കാൽവരി. ഏദൻ തോട്ടത്തിൽ ആയിൽ നിന്ന് ആരംഭിക്കുന്ന അടിയിലേക്ക് പോകുന്ന 3 സ്റ്റെപ്പുണ്ട്. ഒന്ന് അഹങ്കാരം. ആദത്തിന് ഹവ്വയ്ക്ക് ദൈവത്തെ പോലെ ആകാൻ ഒരാഗ്രഹം, അവിടെ തുടങ്ങിയ അഹങ്കാരം. അപ്പോഴാണ് അനുസരണക്കേട് വന്നത്. അത് അധപതനത്തിലേക്ക് എത്തി. 3 സ്റ്റെപ്പ് താഴത്തേക്കുള്ളത്. അടിയിലേക്കുള്ള ആയിൽ നിന്ന് ആരംഭിക്കുന്ന 3 സ്റ്റെപ്പാണത്. മറ്റേ കാൽവരിയിൽ മുകളിലേക്ക് പോകുന്ന വീയിൽ നിന്ന് ആരംഭിക്കുന്ന 3 സ്റ്റെപ്പുണ്ട്. കർത്താവ് കാണിച്ചു തന്നതാണ്. വിനയം, കുരിശുമരണത്തോളം കീഴ്വഴങ്ങി. വിധേയത്വം, കുരിശുമരണത്തോളം പിതാവായ ദൈവത്തെ അനുസരിച്ചു. വിജയം, ഉത്ഥാനം. നമുക്ക് കാൽവരിയിലെ സ്റ്റെപ്പ് കയറേണ്ടവരാണ്. ഞങ്ങൾ സമർപ്പിതരും നിങ്ങൾ അൽമായിരെന്നുള്ള ചിന്തയാണ് എൻ്റെ ഉറച്ച ബോധ്യം. അപ്പോൾ അനുസരണം അനുഗ്രഹദായകമാണ്. എൻ്റെ ഒരു ഉറച്ച ബോധ്യമാണത്. അവിടെ ഞാനെന്ന് പറയുന്ന എവിടെ ഈഗോ പോകണം. ഞാനൊരു മെത്രാനാണ്, എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായി. അവിടെയും ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാത്ത കൂട്ടത്തിൽക്കൂടെ, 2 തരം പൗരോഹിത്യമുണ്ട് സഭയിൽ. ഞങ്ങളുടെ ശുശ്രൂഷ പൗരോഹിത്യം, മെത്രാന്മാരും അച്ഛന്മാരൊക്കെ ശുശ്രൂഷ പൗരോഹിത്യം. കാല് കഴുകാനാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. ഈ ചുമന്ന കെട്ട കെട്ടി മാല കെട്ടി നിൽക്കുമ്പോൾ എന്തോ വലിയ ആളാന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ സ്ഥാനം കീഴ്പോട്ടേക്കാണ്. കാല് കഴുകാനാണ്. ഉന്തുകാലിലിരുന്ന് കാല് കഴുകുക, അതിനാണ് ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് എനിക്കും ഉണ്ടാകണം. അല്ലെങ്കിൽ ഞാൻ അറിയാതെ പൊങ്ങിപ്പോവും. നിങ്ങൾ ഒരു പൊക്കൊക്കെ തന്ന് ഷോളൊക്കെ ഇടുമ്പോൾ ഞാൻ അറിയാണ്ട് പൊന്തിപ്പോവും. ഈ തിരിച്ചറിവിൻ്റെ കുറവും ഒന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ മുറിയുടെ മുമ്പിൽ അച്ഛന്മാർ വെച്ചിരിക്കുന്നത് സാക്ഷി കെട്ടിയിട്ടുള്ള ഫോട്ടോ എടുത്ത് കാണാൻ ഭംഗിയുണ്ട്. ഞാൻ ചിന്തിക്കുക, മെത്രാന്മാരുടെ ഞാൻ്റെയും മറ്റു മെത്രാന്മാരുടെയും മുറിയുടെ മുമ്പിൽ അഭികാമ്യമായിട്ടുള്ള ഫോട്ടോ ഈ പെസഹ വ്യാഴാഴ്ച മുട്ടുകുത്തി കാല് കഴുകുന്നൊരു പോസ്റ്റ് ഉണ്ടല്ലോ, ആ ഫോട്ടോ ഒക്കെ കിട്ടുന്നതാണെങ്കിൽ അത് പറഞ്ഞ് വെച്ചാലും ഞാൻ ചിന്തിക്കാറുണ്ട് ഇടയ്ക്ക്. അതാണ് നമ്മുടെ റോള്.
അതുപോലെ എല്ലാ അൽമായർക്കും പൗരോഹിത്യത്തിന് എന്നുള്ള കാര്യം അൽമായർക്കും ബോധമില്ല, ബോധമില്ല എന്ന് തെറ്റി പറഞ്ഞ ബോധ്യമില്ല, ഞങ്ങൾക്കും ബോധ്യമില്ല, അവർക്കുള്ള കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യം ഉറപ്പ് ഞങ്ങൾക്കും ഇല്ല. അപ്പം അതുകൊണ്ട് വൈദികർ, മെത്രാന്മാർ, അൽമായർ നമ്മൾ ഒരുമിച്ചാണ് ബലി അർപ്പിക്കുന്നത്. അവിടെ ഞാൻ ബലി അർപ്പിക്കുന്നു, നിങ്ങളൊക്കെ കണ്ടുപോകുന്നു, അങ്ങനത്തെ രീതിയായിരുന്നു അടുത്ത കാലം വരെ. കുർബാന കാണാൻ വരാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി തുടങ്ങി. ബലി അർപ്പിക്കുന്നു നമ്മൾ ഒരുമിച്ച്. നിങ്ങൾക്ക് പൊതു പൗരോഹിത്യങ്ങൾ പങ്കുകാരാണ് മാമോദിസയിലൂടെ. നമ്മൾ ഒരുമിച്ച് ബലി അർപ്പിക്കുന്നത്. അപ്പോൾ ആ ബലിയർപ്പണത്തിൻ്റെ അനാഫ്ര ഭാഗം നമ്മൾ ഒരുമിച്ച് ആൾക്കാരെ അഭിമുഖമായിട്ട് ചെല്ലുന്നു എന്നുള്ള നിർദ്ദേശമാണ് സിനഡ് വന്നിരിക്കുന്നത്. ഞാനതിൻ്റെ തിയോളജി വശങ്ങൾക്ക് ഞാൻ പോകുന്നില്ല. ഞങ്ങളതിൽ ഒരു സ്പെഷ്യലിസ്റ്റ് അല്ല. സിനഡ് അങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നു, അത് സത്യമാണ്. ഞാൻ സിനഡിലുള്ള ആളാണ്. മാർപ്പാപ്പ അതിന് അപ്രൂവൽ പറഞ്ഞിരിക്കുന്നു. തന്നെയല്ല, സിനഡാണ് ഒരു ഇൻഡിവിജ്വൽ ചർച്ചിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ബോഡി. മാർപ്പാപ്പ അത് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ രൂപതയിൽ ഞാൻ പറഞ്ഞു, രൂപത വന്നത് അന്ന് മുതൽ സിനഡൽ ഫോമിലാണ് കുർബാന ചെല്ലുന്നത്. അതിൽ അച്ഛന്മാർക്കും തടസ്സമില്ല, അൽമാർക്കും തടസ്സം, ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമേ ഇല്ല. ഈ ഒരു വിഷയം ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങൾ ടി വിയിൽ കാണുന്ന വിഷയമാണത്. ഓക്കെ, പിന്നെ വീണ്ടും ഹൊസൂർ രൂപതയിലേക്ക് തന്നെ ഒന്ന് വരികയാണെങ്കിൽ, ഈ ഹൊസൂർ രൂപത ഫോം ചെയ്ത് നേരത്തെ പറഞ്ഞു 2017 ഒത്തിരി വെല്ലുവിളികളുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് സഭാതലത്തിൽ നിന്നൊക്കെ ഒത്തിരി റിക്വസ്റ്റുകൾ വത്തിക്കാനിലേക്ക് പോകുന്നു. പക്ഷേ ഒരു പ്രാർത്ഥനയുടെ ഒരു ശക്തി അതുകൂടിയില്ലേ ഈ ഒരു രൂപത ഫോർമേഷന്? 34 വർഷമായിട്ട് പ്രത്യേകിച്ച് ഞാൻ ജെയിംസ് പഴയാറ്റിൽ പിതാവ് എന്നോട് കഴിഞ്ഞ് ഇന്ന് ഞാൻ കല്ലറങ്ങാട്ട് പിതാവിനെയും പുളിക്കി പിതാവിനും കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, സിനഡിലെ എല്ലാ സിനഡിലും പഴയാറ്റിൽ പിതാവ് മരിച്ചുപോയ പഴയാറ്റിൽ പിതാവിന് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഞാൻ ചെന്നൈ മിഷൻ രൂപതയാവാത്തത്, എന്ന രൂപതയാവുക? ഇതാണ് പഴയാറ്റിൽ പിതാവിനൊന്ന് ചോദിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നു പഴയാറ്റിൽ പിതാവ് മുകളിൽ ചെന്നിട്ടാണ് ഈ സംഭവമൊക്കെ ശരിയാക്കിയിരിക്കുന്നതാണ് എൻ്റെ ബോധ്യം. അവിടെ ചെന്ന് പറഞ്ഞ് ശരിയാക്കിയിരിക്കുന്നതാണ്. ഈ രൂപതയ്ക്ക് രൂപം കൊടുക്കാൻ പഴയാറ്റിൽ പിതാവ് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കുറേ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എതിർപ്പുകളൊക്കെ, അതും വീണ്ടും ഞാൻ പറയുക, അജ്ഞതയാണ് അസ്വസ്ഥതകളുടെ അടിസ്ഥാനം. വീണ്ടും ഞാൻ പറയുന്നു, കാരണം കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ 24 വ്യക്തിഗത സഭകളാണ്. ഓരോ ശിഷ്യനിൽ നിന്ന്, ഓരോ അപ്പസ്തോലനിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ള 24 വ്യക്തിഗത സഭകൾ. ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് ഒരു പള്ളിയിൽ ഞാൻ ചോദിച്ചു, ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ കൈവയ്ക്കാൻ. ആരും കൈവയ്ക്കില്ല. അപ്പോൾ 24 വ്യക്തിഗത സഭകൾ ആണ് ചേർന്നതാണ് കത്തോലിക്ക സഭ എന്ന അറിവ് വരെ ഇല്ലാത്ത ആളുകൾ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അറിവില്ലായ്മയാണ് പ്രശ്നം. മാർപ്പാപ്പയാണ് പറയുന്നത്, ഓരോ റീത്തിൽപ്പെട്ടവരും അതാത് റീത്തുകളുടെ പാരമ്പര്യം കീപ്പപ്പ് ചെയ്യണം, അത് ഹാൻഡ് ഓവർ ചെയ്യണം നെക്സ്റ്റ് ജനറേഷന്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഒരാൾക്ക് റീത്ത് മാറാൻ അനുവാദമില്ലെന്ന് മാർപ്പാപ്പ തീരുമാനിക്കാൻ കാരണം മാർപ്പാപ്പയുടെ കടുംപിടുത്തമൊന്നുമല്ല. കാരണം ഈശോയുടെ പഠനങ്ങൾ കൈമാറി വരുന്ന 24 ചാലുകളാണത്. അപ്പോൾ അതാത് ചാലുകളിലൂടെ വരുന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അതിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ ഒന്ന് നിന്നു പോകാൻ സാധ്യതയുണ്ട് ചെറിയ അംഗസംഖ്യയുള്ള വ്യക്തിഗത സഭകൾ. അതുകൊണ്ടാണ്. അല്ലാണ്ട് ഇതിനകത്ത് ആർക്കും ഒക്കെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ്. തിരിച്ചറിയാത്തതുകൊണ്ട് മനസ്സിലാകാത്തതുകൊണ്ട് ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ് അങ്ങോട്ടിങ്ങോട്ട്. അപ്പം പിതാവ്, ഈ രൂപത ഫോർമേഷന് രൂപതയിലെ അമ്മച്ചിമാരൊക്കെ ഒരു 1,00,000 ജപമാലയൊക്കെ ചൊല്ലി. തീർച്ചയായിട്ടും 34 വർഷമായിട്ട് ഒരു രൂപതയായില്ല. അതിനുശേഷം പെട്ടെന്നാണ് രൂപത വന്നത്. അതിന് അവിടുത്തെ അമ്മമാർ, ഞാൻ ചെന്നപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്, അവർ മടുത്തു. അച്ഛന്മാരും മെത്രന്മാരൊക്കെ നോക്കിയിട്ട് നടക്കണില്ല. ഞങ്ങൾ ഈ അമ്മമാരെ ഏറ്റെടുക്കാൻ പോകുന്ന ഇവിടുത്തെ കാര്യം. ഒരു കൊല്ലത്തിനോട് ഞങ്ങളിത് രൂപതയാക്കി എടുക്കുമെന്ന് പറഞ്ഞാൽ അവർ വെല്ലുവിളിച്ചു. അവരതിൻ്റെ സമാപനം ബെസൻ നഗർ പള്ളിയിലാണ് കണ്ട്, ഒരു കൊല്ലത്തെ 1,00,000 കൊന്ത അവർ ചെല്ലുമെന്ന് പറഞ്ഞു ഈ നിയോഗത്തിന് വേണ്ടി. അങ്ങനെ അവരൊക്കെ വീതിച്ചെടുത്ത് കൊന്ത 150, 200 അത്ര കൊന്തയൊക്കെ ചെല്ലാമെന്ന് വീതിച്ചെടുത്തു. ബെസൻ നഗർ പള്ളിയിൽ അതിന് സമാപനം, ആ സമാപന ഡേറ്റിന് മുൻപായിട്ട് ഒക്ടോബർ 9-ാം തീയതി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മാർപ്പാപ്പ 20 പ്രഖ്യാപിച്ചു. വലിയൊരു അത്ഭുതം തന്നെയാണ് അല്ലേ? ഒപ്പം പിതാവെ, നമുക്ക് ഈ മിഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പിതാവിനെ മറക്കാനാവാത്ത ദൈവപരിപാലനയുടെ അനുഭവങ്ങൾ നമുക്കറിയാം. വളരെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് രൂപത ഫോം ചെയ്തത്. നമ്മുടെ ഇവിടുത്തെ പോലത്തെ വലിയ സൗകര്യങ്ങളോ വലിയ പള്ളികളോ ഒന്നുമില്ല. പിതാവിന് മറക്കാനാവാത്ത ചില ദൈവപരിപാലനയുടെ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിപാലനം മാത്രമാണ്. 1-2 പരിപാലനയെടുത്ത് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് തുടക്കം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ പരിപാലനയാണ്. കാരണം ഈ അച്ഛന്മാരുടെ സഹകരണങ്ങളും എല്ലാ സ്ഥാപനങ്ങളുടെ സിസ്റ്റേഴ്സ് സഹകരണങ്ങളും, അവിടെ ഒത്തിരി നമ്മൾ പാലിയേറ്റീവ് കെയർ നടത്തുന്നുണ്ട്.
ക്യാൻസർ ഹോസ്പീസസ് FCCക്കാർ നടത്തുന്നുണ്ട്, മാനസിക രോഗികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെ ഒത്തിരിയേറെ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവിടെ സ്കൂളുകളുണ്ട്. ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃത്യമായിട്ട് പരിപാലനയുണ്ട്. തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 മണിക്കൂർ സമയം പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അതുകൂടി ഒരു എക്സാമ്പിളിൽ പറയാം, ദൈവത്തിൻ്റെ പരിപാലനം ചോദിച്ചുകൊണ്ട്. അതായത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കത്തീഡ്രൽ പള്ളിയിൽ എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് കത്തീഡ്രൽ പള്ളിയിൽ പോകും. അവിടെ ചെന്ന് വെള്ളിയാഴ്ച ഒരു ദിവസം അവിടെ ഉണ്ടാകും. ഞാൻ അവിടെ 1 മണിക്കൂർ സമയം കത്തീഡ്രൽ പള്ളിയിൽ പോയി ഇരുന്നിങ്ങനെ പോണ സമയത്ത് അവിടുത്തെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞിങ്ങനെ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ 10,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ പൈസ എടുത്തിട്ടില്ല. ഇങ്ങനെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഈ 1 മണിക്കൂർ സമയം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ആ പള്ളിയുടെ കഥക് ജനലിൽ ഈ എൻ്റെ കൂടെയുള്ള ആൾ വന്ന് മുട്ടി. ഒരാൾക്ക് ഒരു സിസ്റ്റർ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സിസ്റ്റർ 10,000 രൂപ എൻ്റെ കൊണ്ട് തന്നു. അത് ഞാൻ അറിയാത്ത സിസ്റ്ററാണ്. അപ്പം അതൊരു കോയിൻസിഡൻസാന്ന് പറയാം സാധാരണക്കാർക്ക്. പക്ഷേ ഞാനതിനെ ദൈവപരിപാലനമായിട്ട് കൂട്ടി വായിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ കാര്യങ്ങൾ കൂടി. ഞാൻ തന്നെ ഒരു ശാരീരികമായിട്ടൊരു അസ്വസ്ഥയ്ക്ക് എനിക്കുണ്ടായിരുന്നു, ഒരു രോഗാവസ്ഥയുണ്ടായിരുന്നു. ആ രോഗാവസ്ഥ വളരെ അക്യൂട്ടാവും ഒരു പക്ഷേ, അല്ലെങ്കിൽ നിസ്സാരമായിട്ട് മരുന്ന് കൊണ്ട് മാറും, അല്ലെങ്കിൽ വലിയ ഓപ്പറേഷൻ വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞാണ്. അങ്ങനെ 3 ദിവസം എൻ്റെ ടെസ്റ്റൊക്കെ ചെയ്ത് ഞാനവിടെ ഇരുന്ന് 3-ാമത്തെ ദിവസം ചെന്നപ്പോൾ ആ ഒരു പ്രൊട്ടസ്റ്റൻ്റുകാരൻ ഡോക്ടറാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ കാലൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ either you are praying too much or somebody is praying too much for you എന്ന് പറഞ്ഞു. അതിൻ്റെ എന്തോ ടെസ്റ്റ് ചെയ്തപ്പോൾ മരുന്ന് കൊണ്ട് മാറ്റാവുന്ന രീതിയുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഞാൻ വലിയൊരു ഇടയനായതിനു ശേഷമായിരുന്നോ അതിന് മുമ്പായിരുന്നു? അത് കണ്ടുപിടിച്ചത് പ്രത്യേക രീതിയിലാണ്. അതായത് ആദിലീമിന വിസിറ്റിന് ഞാൻ പോകാനായിട്ട് എൻ്റെ ബാഗൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ ബിഷപ്സും ഒരുങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ ഒരുക്കി റെഡിയാക്കി വെച്ചു. പിറ്റേ ദിവസം കാലത്ത് ഫ്ലൈറ്റിന് ഞാൻ പോകണം, 1 മാസം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കോൾഡിനോ പനിക്ക് ജലദോഷത്തിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ക്രോസിനോ അല്ലെങ്കിൽ ഒന്ന് മേടിച്ച് കയ്യിൽ വയ്ക്കുന്ന നല്ലതല്ല, 1 മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ, വിദേശിക്കല്ലേ പോകുന്നത്. നോക്കിയപ്പോൾ അടുത്തൊന്നും കടകൾ തുറന്നിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ തൊട്ടടുത്തുള്ള പെരമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞ് ഇവിടുത്തെ ഡോക്ടർ പോയിട്ടില്ല, വേണമെങ്കിൽ ഇവിടെ വന്നാണെങ്കിൽ എല്ലാം മരുന്ന് മേടിച്ചു കൊടുക്കും. അങ്ങനെ ചെന്നതാ, എല്ലാ ബാഗ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഡോക്ടർ മരുന്നൊക്കെ തന്നിട്ട് പറഞ്ഞു, ക്രോസിനൊക്കെ തന്നു, ഫസ്റ്റ് എയ്ഡ്. ഞാൻ പറഞ്ഞിങ്ങനെ കാലും അങ്ങനെ ചിലപ്പോൾ ഒരു മരവിപ്പൊക്കെ പോലെ തോന്നാറുണ്ട്, വെറുതെ പറഞ്ഞാണ്. അതും ഇതായിട്ടൊരു ബന്ധമില്ല. പക്ഷെ അവർ ഡോക്ടർ പിതാവ് ബാഗ് ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പണിയൊക്കെ കഴിച്ചാൽ എന്നാൽ 1 മാസം മുമ്പ് പോകണമല്ലേ, എന്നാൽ വെറുതെ സ്കാൻ ചെയ്ത് പൊക്കോ, പിതാവ് ഫ്രീ ആണ്, ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ MRI സ്കാൻ എഴുതി. ചെന്നപ്പോഴാണ് ഈ മൂക്കിൻ്റെ പുറകിലായിട്ടൊരു വലിയ തടിപ്പുണ്ട്, യാത്ര ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉടനെ വെല്ലൂർക്ക് പോകണമെന്ന് പറഞ്ഞ് അന്ന് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഞാൻ വലിയ പിതാവിനെ വിളിച്ച് പറഞ്ഞ് നേരെ വെല്ലൂർക്ക് പോകണം. ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് വളരെ പെട്ടെന്ന് വളരെ സീരിയസ് ആണ്, ഓപ്പറേഷൻ വേണ്ടി വരും. ഒരു ടെസ്റ്റ് ചെയ്തിട്ട് പ്രൊലാക്റ്റിനോമ എന്ന് പറയുന്ന ഒരു ഇതാണ്, അതിൻ്റെ ബ്ലഡിൽ അതിൻ്റെ എന്തോ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും വേണ്ട, ചെറിയ ഗുളിക കഴിച്ചാൽ മതി, അതില്ലെങ്കിൽ ഉടനെ ഓപ്പറേഷൻ രീതിയിൽ പോകണം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലാണ് അപ്പോൾ 3-ാമത്തെ ദിവസം ചെന്നപ്പോൾ ഡോക്ടറിനെ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അത് തമ്പുരാൻ്റെ പിതാക്കന്മാരൊക്കെ അവിടെ പ്രാർത്ഥിച്ചതിന് എനിക്ക് വേണ്ടി. ഞാൻ എല്ലാ പിതാക്കന്മാരോടും വലിയ പിതാവിനോടും എല്ലാ പിതാക്കന്മാരും വലിയ കടപ്പാടുണ്ട്, അവരുടെ ശക്തമായ പ്രാർത്ഥന. അവസാനമായി പിതാവ്, ഈ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സഭ നമുക്കറിയാം ഒരു തരത്തിലൊരു കംഫോർട്ട് സോൺ തന്നെയാണ്. മിഷൻ മേഖലയിലാണ് അങ്ങ് ശുശ്രൂഷ ചെയ്യുന്നത്. കേരളത്തിലെ സഭാമക്കളോട് ഈ മിഷണറി ദൗത്യവുമായി ബന്ധപ്പെട്ട് പിതാവിന് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം എന്താണ്? ഞാൻ പറയാ, തീർച്ചയായിട്ടും ഓരോ വ്യക്തിക്കും കടമയുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആളാണെങ്കിൽ അവിടെയുള്ള ആളാണെങ്കിലും ഓരോ വ്യക്തികൾക്കും കടമയുണ്ട് കർത്താവിൻ്റെ സന്ദേശം എത്താത്തിടങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിന്. അപ്പോൾ നമ്മളെക്കൊണ്ട് ഇവിടെ നിൽക്കുന്ന ആളാണെങ്കിലും ഇവിടെ നിന്ന് അവിടെ വന്ന് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ നല്ല കാര്യം. ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മുടെ ഈ കുമിളി ഭാഗത്തൊരു ഇടവകയിൽ നിന്ന് ആളുകളിപ്പോൾ വന്ന് കാരയ്ക്കൽ അച്ഛൻ്റെ കൂടെ വില്ലേജുകളിൽ കയറിറങ്ങുകയും ചെയ്യുന്നുണ്ട്. 10-20 പേര് ഇവിടുത്തെ ആളുകൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ അങ്ങനെ അവിടെ വന്ന് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുക. പറ്റുന്നില്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട്, ഞാൻ സാമ്പത്തികമായതിനേക്കാൾ ഉപരി ചിന്തിക്കുന്നത് പ്രാർത്ഥന കൊണ്ട് വലിയ കാര്യം ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, പ്രവർത്തിക്കുന്നവർക്ക് ശക്തി പകരാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിലും തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. ഓസൂർ രൂപതയ്ക്ക് എല്ലാ സപ്പോർട്ട് തരുന്നുണ്ട്. ഞാൻ സന്തോഷമുണ്ട്. ഇവിടെ ഏത് ഇടവകളിൽ വന്നാലും അച്ഛന്മാരൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ പറയാം 10D പ്രോഗ്രാം എന്ന് പറയാം, 10D പ്രോഗ്രാം എന്ന് ഞാൻ പറയാം. എന്നിട്ട് ഞാൻ ആൾക്കാരോട് പറയും ഒന്ന് ലൈറ്റായിട്ട് പറഞ്ഞു നോക്കാൻ പറയും.
അപ്പോൾ തെണ്ടി എന്നുള്ളത് പറയണ്ടെന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ വരുന്നുണ്ട്, അച്ഛന്മാരും വരും, ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവരുണ്ട്, പ്രാർത്ഥന കൊണ്ട് സഹായിക്കുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. എല്ലാത്തിനും പ്രത്യേകം ഞങ്ങൾ രൂപതയ്ക്ക് കടപ്പാടുമുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടായിട്ടുള്ള സിറോ മലബാർ സഭ എന്ന് പറയും നമ്മുടെ ഒരുമിച്ചാണ്. അതിൽ ഓരോ കാര്യങ്ങൾ ജോലികൾ മാറി മാറി ചെയ്യുന്നതേ ഉള്ളൂ. ഒപ്പം പിതാവെ വളരെ പ്രചോദനാത്മകമായ കാര്യങ്ങളാണ് മിഷണറി ദൗത്യവുമായി ബന്ധപ്പെട്ട് അങ്ങ് പങ്കുവച്ചത്. പ്രത്യേകിച്ച് ഹുസൂർ രൂപതയെക്കുറിച്ചും ലിറ്റർജി സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ചും, പ്രത്യേകിച്ച് അങ്ങ് പറഞ്ഞ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് മേൽ ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചൊക്കെ. പിതാവെ എല്ലാ ആശംസകളും പ്രത്യേകിച്ച്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും ഉണ്ടെങ്കിൽ അത് ആൻറ്റി വിറ്റ്നസ്സാണ്. ബലി അർപ്പിക്കാൻ വരുന്നവർക്ക് ഉണ്ടാകാൻ പാടില്ലെന്ന് ഈശോ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. മത്തായി 5:23-24 പറഞ്ഞിട്ടുണ്ട്. നീ ബലി അർപ്പിക്കാൻ ബലിപീഠത്തിലേക്ക് അണയുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ബലി അർപ്പിക്കാൻ പാടില്ല. ബലിവസ്തുക്കൾ അവിടെ വെച്ച് ആദ്യം പോയി അവനുമായി രമ്യപ്പെട്ടു വാ, എന്നിട്ട് മതി എനിക്ക് നിൻ്റെ ബലി എന്ന് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ അക്രൈസ്തവർ മുഴുവൻ നോക്കുകയാണ് നമ്മുടെ കുർബാനയെക്കുറിച്ചുള്ള ഈ പ്രശ്നങ്ങളൊക്കെ. സോ ഇറ്റ്സ് എ പബ്ലിക് സ്കാൻഡൽ. എത്രയും വേഗത ഇല്ലാതാക്കണം. ഇറ്റ് ഈസ് ഡിയബോളിക്. ഡിവിഷൻ ഈസ് ഡിയബോളിക്. അതിന് ഞാൻ പറയാം, ഞാനടക്കം ആരുടെയും ഉള്ളിൽ ആരോടും വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും പാടില്ല. ഞാൻ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ എനിക്കൊരു ദുശ്ശീലം ഉണ്ടായിരുന്നു. അതിന് പറഞ്ഞാൽ അവസാനിപ്പിച്ചേക്കാം. അതായത് ഈ പോർക്കിറച്ചി കറിയൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഈ തൊലിപ്പുറം ആ കഷ്ണമുണ്ടല്ലോ, അത് കണ്ടാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത് ഞാൻ കഴുകിയെടുക്കും. കുഞ്ഞി ട്രൗസറിൻ്റെ പോക്കറ്റിലിട്ട് ഇടയ്ക്കിടയ്ക്ക് അന്ന് ബബിൾ ഗമ്മൊന്നും കിട്ടില്ല. ഇത് പറഞ്ഞാൽ വയലിട്ട് ഇങ്ങനെ ചവച്ചുകൊണ്ട് നടക്കും. അപ്പോൾ അപ്പനൊക്കെ ഒത്തിരി എന്നെ ശാസിച്ചിട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാം. പക്ഷേ എനിക്ക് പോർക്കിറച്ചി കറി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നിന്ന് ആ തൊലിപ്പുറ കഷ്ണങ്ങളൊക്കെ ഞാൻ പറക്കിയെടുത്ത് കഴുകി പോക്കറ്റിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ബബിൾ ഗം തിന്നുന്ന മറ്റ് നോട്ട് നടക്കും. ഒരു ദിവസം ഇതുപോലെ പോർക്കിറച്ചി കഷ്ണങ്ങൾ കിട്ടി കഴുകി പോക്കറ്റിലിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ദുശ്ശീലം അന്ന് അവസാനിച്ചു എന്ന്. കാരണം ഞാൻ നോക്കിയപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ തറയിൽ കിടക്കണം. കാരണം ഞാൻ എൻ്റെ അളമാരി പോയി നോക്കി, എൻ്റെ എല്ലാ ട്രൗസറിൻ്റെയും പോക്കറ്റ് കത്രി കൊണ്ട് അപ്പം മുറിച്ച് കളഞ്ഞിരിക്കുക. അങ്ങനെയാണ് എൻ്റെ ആ ദുശ്ശീലം അന്ന് ഇല്ലാതായത്. ഞാൻ പറഞ്ഞു വന്നതാണ്, വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം ഇതുപോലത്തെ പോർക്കിറച്ചി കഷ്ണങ്ങളാണ്. ഇത് ഇട്ടിട്ട് നിറച്ച പോക്കറ്റുകളുമായിട്ട് മെത്രാനും നടക്കാൻ പാടില്ല, ഒരച്ഛനും നടക്കാൻ പാടില്ല, ഒരൽമായനും നടക്കാൻ പാടില്ല. അത് മുറിച്ച് കളഞ്ഞാലേ സഭ നേരെയാവത്തുള്ളൂ. നന്ദി. പിതാവ് എല്ലാ ആശംസകളും, വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങളിലുള്ള വാക്കുകൾ പിതാവ് പങ്കുവച്ചത്. എല്ലാ ആശംസകളും പിതാവിൻ്റെ തുടർന്നുള്ള എല്ലാ മിഷണറി ദൗത്യങ്ങൾക്കും എല്ലാ പ്രാർത്ഥനാശംസകളും. പിതാവിൻ്റെ വിലയേറിയ സമയം ഷെക്കിന ന്യൂസുമായി പങ്കുവച്ചതിന് പിതാവിന് ഒത്തിരി നന്ദി പിതാവ്. താങ്ക് യു.